ശശിയേട്ടൻ ഇ.പി.യെ കാണുമ്പോൾ എന്തായിരുന്നു ഒരു ഒറ്റപ്പെട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു? ദല്ലാൾ മുഖേന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ കുറച്ച് വോട്ടർമാരെയൊക്കെ കാണാനൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു പരിചയം ദല്ലാൾ മിസ്യൂസ് ചെയ്തു, താൻ അങ്ങനെ ആ രീതിയിൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അദ്ദേഹം കൂടുതൽ ഇന്നലെ സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഈ കോൺട്രവേഴ്സിയിൽ അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഒരു പിറന്നാൾ ദിവസം ഓടിക്കയറി വരാവുന്ന ഒരു ബന്ധം എന്താണ് പ്രകാശ് ജാവ്ദേക്കറും ഇ.പി. ജയരാജനും തമ്മിലുള്ളത്? പ്രകാശ് ജാവ്ദേക്കറാണ് എൻ്റെ കൂടെ വരുന്നത് എന്ന് ദല്ലാൾ നന്ദകുമാർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. അവിടെ അവിചാരിതമായി ഈ ജാവ്ദേക്കറാണ് ദല്ലാളിൻ്റെ കൂടെ പിന്നെ കടന്നു വരുന്നത്. അപ്പോഴാണ് ഞാൻ ജാവ്ദേക്കറെ ഇതെന്താ ജാവ്ദേക്കറല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന വേഷത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും സംസാരിക്കാനുള്ള ഒരു രാഷ്ട്രീയമൊന്നും അവരും ചോദിച്ചില്ല, ഞാനും പറഞ്ഞില്ല. നേരെ 5 മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് തന്നെ അവർ ഒരു ലിഫ്റ്റിൽ ഇറങ്ങി, അടുത്ത ലിഫ്റ്റിൽ ഞാനും ഇറങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കുറേ പേരെ BJP-യിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഈ ദല്ലാളിൻ്റെ സഹായം CPM തേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇ.പി. ജയരാജൻ തേടിയിട്ടുണ്ട്. തീർച്ചയായും അത് അയാൾ സമ്മതിക്കുന്നുണ്ട്. ഇ.പി. ജയരാജൻ അത് സമ്മതിക്കുന്നുണ്ട്. ആ ബന്ധമാണ് ഈ രീതിയിൽ ഇപ്പോൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തതും എന്നെ ബ്ലാക്ക്മെയിലിംഗ് രീതിയിലേക്ക് മാറ്റുകയും ചെയ്തതെന്നാണ് ജയരാജൻ പറയുന്നത്. അപ്പോൾ ദല്ലാളുമായിട്ടുള്ള ഇ.പി. ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ ബന്ധമുണ്ട്. അപ്പോൾ ദല്ലാളുമായിട്ടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ പിന്നെ ആദ്യം മുതൽ ഇത്തരത്തിൽ ആൾക്കാരെ കൂട്ടുപിടിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഇ.പിക്ക് നേരെ ഉയരുമല്ലോ. തീർച്ചയായും അതാണ് മുഖ്യമന്ത്രിയും പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജയരാജൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ട് നമ്മളിപ്പം പറഞ്ഞത് ഈ മാർച്ച് 3-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഈ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു. പക്ഷേ അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വൈദേഹത്തിൽ റെയ്ഡ് നടക്കുന്നത്, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ റെയ്ഡ് നടക്കുന്നത്. അതൊക്കെയാണ് ഇതിലൊരു സംശയമായി പുറത്തുള്ള ചർച്ച. ന്യായമായും സംശയിക്കപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വൈദേഹത്തിൻ്റെ ചില ഷെയറുകൾ, പ്രത്യേകിച്ച് ഇ.പി. ജയരാജൻ്റെ ഭാര്യയുടെ പേരിലെ ഷെയറുകൾ രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവ് വാങ്ങിക്കുന്നു എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ബിസിനസ് പിന്നെ നടന്നതായിട്ട് അറിവില്ല. ആ ഷെയറുകൾ അദ്ദേഹം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നോ ഇല്ലയോ എന്നറിയില്ല. അതിനും ചിലപ്പോൾ ഈ നന്ദകുമാറിൻ്റെ സേവനം ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ നന്ദകുമാർ ഇതിൽ ഇടപെട്ടിരിക്കാം.